ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. ദൈവശക്തി പാർട്ട് 25. വിഷയം ആത്മീയ വളർച്ചയ്ക്കുള്ള പ്രോത്സാഹനം. പ്രിയമുള്ളവരെ, റോമർ 15:2 നോക്കാം. തമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആത്മീയ വർധനവിന് വേണ്ടിയുള്ള പ്രോത്സാഹനം തിരുവചനത്തിൽ അധിക ഭാഗങ്ങളിലുമുണ്ട്. പ്രോത്സാഹനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് 40 നാൾ ഭൂമിയിൽ നിന്നു. അതായത് യെരുശലേമിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നിരാശപ്പെട്ട് യെരുശലേം വിട്ട് എല്ലാവരും പുറത്തേക്ക് അവരവരുടെ വഴികളിലേക്ക് പോകുവാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് ചെയ്തത് ആ 40 ദിവസവും അവിടെ നിന്ന് തൻ്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയഫാവ് എന്ന വ്യക്തി ഭാര്യയോടുകൂടി എമ്മൂസിലേക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് അവർ തിരിച്ചറിയാത്ത വണ്ണം അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ എമ്മൂസിലേക്ക് പോകരുതേ. അത് എമ്മൂസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. അതായത് ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം തിരിഞ്ഞു പോകുവാൻ വേണ്ടി, ഫറവോൻ്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി, മിസ്രൈമിലേക്ക് പോകാൻ വേണ്ടി പറയുന്നത് പോലെ ഇവിടെ അവർ പറയുന്നു. എന്നാൽ കർത്താവ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. വീണ്ടും അവർ യെരുശലേമിൽ വരുന്നു. യെരുശലേമിൽ വന്നിട്ട്, ഹല്ലേലൂയ, യെരുശലേമിൽ വന്നിട്ട് അവർ ക്രിസ്തുവിൻ്റെ വേലയ്ക്കായി നിൽക്കുന്നു. അവർ ആത്മീയമായി ശക്തിപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ തിരുവചനം നോക്കിയാൽ നമുക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തമ്മിൽ ആത്മീയ വർധനവുള്ളവർ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ പറ്റും. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവം അനുഗ്രഹം കൊടുത്തത് ഭൂമിയിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിന്റെ വംശം പെരുകും. ഹല്ലേലൂയ. അതിൽ നിന്ന് നാം പഠിക്കുന്നവർക്ക്, വചനം പഠിക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക്, ഹല്ലേലൂയ, ഒരു പ്രോത്സാഹനമുണ്ടാകുകയാണ്, നമ്മിൽ പ്രസാദമുണ്ടാകുകയാണ്. അതാണ് തിരുവചനത്തിൻ്റെ പല ഭാഗങ്ങളിലും കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, ഒരു ആത്മീയ അനുഭവമുള്ള പെന്തക്കോസ്ത് സഭകൾക്ക് വേണ്ടത് അഭിഷേകം പ്രാപിച്ചവർക്കും വിശ്വാസികൾക്കും പ്രോത്സാഹനം കൊടുക്കുന്ന സഭയായിരിക്കണം. ഹല്ലേലൂയ. അത് വചനത്താലും ആത്മീയതയാലും പ്രോത്സാഹനം കൊടുക്കേണ്ട ആയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മുന്നോട്ട് നോക്കാം. റോമർ 15:3. നീ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു. കർത്താവായ യേശുക്രിസ്തു പറയുന്നതാണ്, തൻ്റെ മക്കളെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആത്മീയ വർധനയ്ക്ക് വേണ്ടി തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കയ്യിൽ തിരുവചനമുണ്ട്, പരിശുദ്ധാത്മ നമ്മോട് അടുത്തുണ്ട്. ഇത് നമ്മിൽ സംഭവിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ നിയമവും ചട്ടവും അനുസരിച്ച് മുന്നേറേണ്ടതായിട്ട് വരും. ഒരു വിശ്വാസിക്ക്, ഒരു സഭയ്ക്ക്, ഒരു ആത്മീയ സഭയ്ക്ക് മുന്നേറേണ്ടതായിട്ട് വരും. അത്, ഹല്ലേലൂയ, മുൻപോട്ട് നമ്മൾ അതിനുവേണ്ടി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആത്മീയ വർധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, അത് ഈ ആത്മീയ വർധന സഭയുടെ പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവസഭയുടെ നിയമമാണ്, ചട്ടമാണ്. ഹല്ലേലൂയ. ഭൗതിക കാഴ്ചപ്പാടിൽ കൂടെ കണ്ടാൽ
അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. ആത്മീയ കാഴ്ചപ്പാടിലൂടെ കണ്ടാൽ അത് മനസ്സിലാകും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനം ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഓ പ്രിയമുള്ളവരെ, ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ഒന്ന്, വിശ്വാസികൾക്ക് വേണ്ടി ക്രിസ്തു സഭ, വിശ്വാസികൾക്ക് വേണ്ടി അതുപോലെ ക്രിസ്തു സഭ. ഇന്ന് പല പെന്തക്കോസ്ത് സഭകളിലും വചനത്തിലും പ്രവൃത്തിയാലും പ്രോത്സാഹനം ഇല്ല. അതിനാൽ അനേകം രക്ഷിക്കപ്പെട്ടവർ ആത്മീയ വർധന, അതായത് ആത്മീയമായി ശക്തിപ്പെടുന്നില്ല. കൃപാവരങ്ങൾ വളരെ ചുരുക്കം പേർക്കാണുള്ളത്. അതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതും തീർത്തുമില്ല. ഹല്ലേലൂയ. അത്ഭുത രോഗസൗഖ്യം, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കുക, ഇവ സഭകളിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ ആത്മീയ അനുഭവമുള്ള ദൈവസഭകൾ എന്ന് എങ്ങനെ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ അനുഭവമുള്ള ദൈവസഭ എന്ന് എങ്ങനെ പറയും? ഹല്ലേലൂയ. ഒരു ആത്മീയ വളർച്ചയുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ, അഭിഷേകത്തിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ, കൃപാവരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ആ സഭയിൽ ഉണ്ടായിരിക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. തൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ വേലയ്ക്കായി പോകുമ്പോൾ അവരുടെ വഴി ഇതാണ് നമ്മെ കാണിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പൗരോഹിത്യ